അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. നമ്മുടെ ഈശോ വിശുദ്ധ കുർബാനയിൽ സ്ഥിതി ചെയ്യുന്നത് മാലാഖമാരുടെ ആരാധനയെ പ്രതീക്ഷിച്ചിട്ടല്ല. മനുഷ്യരായ നമ്മുടെ ആരാധനയും സ്നേഹവുമാണ് അവിടുത്തേക്ക് വേണ്ടത്. ഇറ്റലിയിലെ വിശുദ്ധ ഫ്രാൻസിസു കരാച്ചിയോള. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും അനുഭവവേദ്യമായി അർപ്പിക്കാനും ദൈവം ഒരുക്കിത്തരുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാചിച്ചുകൊണ്ട് ദിവ്യരഹസ്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ഈ സമയം ശ്രമിക്കുകയും ചെയ്യാം. കുർബാനയുടെ അതിപ്രധാനമായ ഭാഗമായ അനാഫറ ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ അത് വിരസമല്ല, ദൈർഘ്യമേറിയതല്ല, മറിച്ച് ഒത്തിരി അനുഭവം തരുന്നതാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ്. കുർബാനയിൽ ഇത് വിചാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ പുരോഹിതൻ പറയുന്നതും അതിനുശേഷം വരുന്ന പ്രാർത്ഥനകളുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിചിന്തനം ചെയ്തത്. നമ്മുടെ വിചാരങ്ങളെ ഉന്നതത്തിലേക്ക് ഉയർത്തിക്കഴിയുമ്പോൾ സ്വർഗീയ ഗണങ്ങൾ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നത് നമുക്ക് ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് അവ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനം ഓശാന ഗീതം പാടുകയാണ്. ഈ ഓശാന ഗീതത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ സ്വർഗീയ ഗണങ്ങൾ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നതിനെ അനുസ്മരിക്കുന്നതാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ജെറുസലേമിലേക്ക് യേശു പ്രവേശിച്ചപ്പോൾ, പെസഹായുടെ അവസരത്തിൽ പ്രവേശിച്ചപ്പോൾ ഓശാന പാടി എഴുതിരേറ്റ ജെറുസലേം നിവാസികളുടെ ഗീതമാണ് നമ്മൾ അനുസ്മരിക്കുക. അപ്പോൾ സ്വർഗീയ ആരാധനയും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്, യേശുവിനെ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജെറുസലേം നിവാസികളെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം. പ്രിയമുള്ള സഹോദരങ്ങളെ, കുർബാനയുടെ ഈ ഭാഗം അനുഭവപരമാകണമെങ്കിൽ ചിന്തകൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുക തന്നെ ചെയ്യണം. ചിന്തകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിൽക്കുന്ന നിമിഷങ്ങളാണ് കുർബാനയുടെ ആ നിമിഷം മുഴുവൻ. സമൂഹം, ദിവ്യകാരുണ്യ സമൂഹം ഓശാന ഗീതം പാടുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. ബലിപീഠം ചുംബിച്ചതിനു ശേഷം ദിവ്യകാരുണ്യ സമൂഹം പാടുന്ന പാട്ടിനോട് ചേരാതെ പുരോഹിതൻ തനിയെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവിടെ. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 5-ാം തിരുവചനം മുരുവിട്ടുകൊണ്ടാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്? ദൈവം പരിശുദ്ധനാണ് എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതിന് ശേഷം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം തിരുവചനം ഏറ്റുപറയുകയാണ് പുരോഹിതൻ. എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി താൻ അയോഗ്യനാണ് എന്ന് തിരിച്ചറിയും. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ അറിഞ്ഞു കഴിയുമ്പോൾ,
തൻ്റെ അയോഗ്യതകളെക്കുറിച്ച് ഓർമ്മ വരും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പല ആവർത്തി പുരോഹിതൻ തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങളുടെ പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങൾ അയോഗ്യരാണെന്ന് ഏറ്റുപറയുന്ന ഒരു പിടി പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനയിൽ ഉള്ളതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എത്രയോ നിസ്സാരനാണ് എന്ന് തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കാണാൻ, അനുഭവിക്കാൻ കുർബാനയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അത് സാധിക്കണമെന്ന് തന്നെയാണ് സഭയുടെ ആഗ്രഹം. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം. ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ മനസ്സിലാക്കണം. സ്വർഗീയ ഗണങ്ങൾ ദൈവത്തെ പാടിസ്തുതിക്കുന്നത് ഹൃദയം കൊണ്ട് കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ നിസ്സാരനാണ് എന്ന തിരിച്ചറിവ്, പാപമോചനം വേണ്ടവനാണ് എന്ന തിരിച്ചറിവ്, ദൈവത്തിൻ്റെ കരുണ വേണ്ടവനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അത് നമ്മളെ കുർബാനയിൽ ഭക്തിയോടുകൂടെ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കും. അത് നമ്മളെ കുർബാനയിൽ ഭക്തിയോടുകൂടെ കരങ്ങൾ കൂപ്പി ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ തരത്തിൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ്. ഓശാന ഗീതം കഴിഞ്ഞതിന് ശേഷം പുരോഹിതൻ ചെല്ലുന്ന അടുത്ത പ്രധാനപ്പെട്ട പ്രാർത്ഥന നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടതാണിപ്പോൾ. കുർബാന സ്ഥാപന വചനങ്ങൾക്കൊരുക്കമായിട്ടുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു 4 പ്രാർത്ഥനാ ഗണങ്ങളാണ് അനാഫറയിലുള്ളത്. ആ 4 പ്രാർത്ഥനാ ഗണങ്ങൾ അവസാനിക്കുന്നത് റൂഹാക്ഷണ പ്രാർത്ഥനയോടുകൂടെയാണ് എന്ന് ഞാൻ മുൻ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അനാഫറയിലെ മൂന്നാമത്തെ പ്രധാന ഗണമായ പ്രധാന പ്രാർത്ഥനയോടെ കൂടിയാണ് പുരോഹിതൻ കുർബാന സ്ഥാപന വചനങ്ങളിലേക്ക് കടക്കുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ എപ്രകാരമാണ് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്കാ സഭയുടെ വിശ്വാസമാണ് കുർബാനയിലൂടെ നമ്മൾ പ്രഘോഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. സഭ എന്തു വിശ്വസിക്കുന്നുവോ അതാണ് സഭ ആഘോഷിക്കുന്നത്. ഇപ്പം സഭയുടെ വിശ്വാസം അറിഞ്ഞാൽ മാത്രമേ കുർബാനയിൽ ഭക്തിയോടുകൂടെ അനുഭവത്തോടുകൂടെ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. സഭയുടെ വിശ്വാസമാണ് ഇവിടെ പുരോഹിതൻ പറഞ്ഞത്. എന്താണ് സഭയുടെ വിശ്വാസം? സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പണത്തിനായിട്ട് ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവജനം ഓർക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ദേവാലയത്തിലെ പ്രാർത്ഥന സ്വർഗീയ ഗണങ്ങളോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗം ഭൂമിയിൽ സന്നിഹിതമാകുന്ന നിമിഷമാണ് കുർബാനയുടെ നിമിഷം. എനിക്ക് സ്വർഗീയ അനുഭവമുണ്ടാകുന്ന നിമിഷം. പ്രിയമുള്ളവരെ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വാക്കുകൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരാധനക്രമം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഹൃദയത്തിൻ്റെ ഭാഷയാണ് ആരാധനക്രമത്തിൻ്റെ ഭാഷ. ബൗദ്ധികമായിട്ട് മാത്രം മനസ്സിലാക്കേണ്ടതല്ല, ഹൃദയം കൊണ്ടും കൂടെ മനസ്സിലാക്കേണ്ടത്. ഒരമ്മയുടെ സ്നേഹത്തെ ബൗദ്ധികമായിട്ട് മാത്രം കാണാനായിട്ട് നമുക്ക് പറ്റില്ല. അത് ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കിയെടുക്കുക ഒരു കുഞ്ഞ്. അല്ലാതെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ആർട്ടിക്കിളുകൾ വായിക്കുകയല്ല, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയല്ല. ഹൃദയം കൊണ്ട് കുഞ്ഞ് മനസ്സിലാക്കും അമ്മയുടെ സ്നേഹം എന്താണെന്ന്, അതനുഭവിക്കും. ഇതുപോലെ തന്നെയാണ് ആരാധനക്രമവും. ആരാധനക്രമത്തിൽ ഹൃദയം പ്രവർത്തിക്കണം, ഹൃദയത്തിൻ്റെ ഭാഷ അറിയണം. അത് ആരാധനക്രമത്തിൻ്റെ ഭാഷയും കൂടെയാണ്. അപ്പോൾ സഭ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ആരാധന അർപ്പിക്കുന്ന അനുഭവം എനിക്ക് കുർബാനയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടത്. കാരണം തൊട്ടു മുമ്പ് വന്ന ഓശാന ഗീതത്തിലൊക്കെ നമ്മൾ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് പാടി സ്തുതിക്കുകയായിരുന്നു. ആ സത്യം ഒരിക്കൽ കൂടെ പ്രാർത്ഥനയിലൂടെ സഭ പറയുകയാണ്. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. സ്വർഗം ഭൂമിയിലിറങ്ങുന്ന നിമിഷമാണ് കുർബാന എന്നുള്ളത് കത്തോലിക്കാ സഭ പഠിപ്പിക്കുകയും ജീവിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സത്യമാണ്. എന്തുകൊണ്ടാണ് സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞാൻ കൃതജ്ഞത സമർപ്പിക്കുകയാണ് ദൈവത്തിന്? എന്നിട്ട് ആ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുന്നതിന് ദൈവം ചെയ്ത മഹനീയ കൃത്യങ്ങളെ ഓർക്കുകയാണ്.
സ്വർഗീയ ഗണങ്ങളോടുകൂടെ കൃതജ്ഞത അർപ്പിക്കുന്നത് അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. വചനത്തെ വാഴ്ത്തുകയാണ് സ്വർഗീയ ഗണങ്ങളോടുകൂടെ. ദൈവത്തോടൊന്നായിരിക്കുന്നവൻ എന്തിനു വേണ്ടി വാഴ്ത്തുന്നു എന്നാണ് ഇനി പറയുന്നത്. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. എത്രയോ മനോഹരമായ ഒരു പ്രാർത്ഥനയാണിതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പ്രിയമുള്ളവരെ, കുർബാനയുടെ പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലായി കഴിയുമ്പം ഒരു പ്രാർത്ഥന പോലും ഒഴിവാക്കാൻ നമുക്ക് തോന്നില്ല. ദൈവജനത്തിന് അവകാശമുണ്ട് ഈ പ്രാർത്ഥനകൾ കേൾക്കാൻ, ആ പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് തങ്ങളുടെ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ. ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ അയോഗ്യത തിരിച്ചറിയുന്ന ദൈവജനം യേശുവിൽ നടന്ന വലിയ കാര്യങ്ങളെ അനുസ്മരിക്കുകയാണ്. അവൻ മനുഷ്യനായി അവതരിച്ചതിനെ, ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി ഈ കൂദാശ സ്ഥാപിച്ചതിനെ, എന്നിട്ട് കുർബാനയുടെ സ്ഥാപന വചനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. കുർബാനയുടെ സ്ഥാപന വചനങ്ങളിലേക്ക് പ്രവേശിക്കുക. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി കുർബാനയിൽ വരുന്നത് സ്ഥാപന വിവരണമാണ്. കുർബാനയുടെ സ്ഥാപന വിവരണമാണ്. അതിനുവേണ്ടി മാനസികമായിട്ട് ഒരുങ്ങാനായിട്ടാണ് ഈ സമയം നമ്മളോട് സഭ ആവശ്യപ്പെടുക. ബൈബിളിൽ 4 സ്ഥലത്ത് കാണുന്ന കുർബാന സ്ഥാപന വിവരണങ്ങൾ അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കുർബാനയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവശാസ്ത്രപരമായ തർക്ക വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. കാരണം തർക്ക വിഷയങ്ങൾ അത് പഠനത്തിനുള്ളതാണ്, കുർബാനയുടെ ആഘോഷത്തിലേക്ക് കയറേണ്ടതല്ല. ബലിയും ജീവിതവും എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം തർക്ക വിഷയങ്ങളെ അവതരിപ്പിക്കലല്ല. അത് ദൈവശാസ്ത്രജ്ഞന്മാർ ആ സമീപനം കണ്ടെത്തേണ്ടതാണ്. അനുഭവപരമായി ബലിയർപ്പിക്കാൻ ദൈവജനത്തെ സഹായിക്കുക എന്ന ഉദ്ദേശവും ലക്ഷ്യവും മാത്രമേ ബലിയും ജീവിതവും എന്ന പ്രോഗ്രാമിനുള്ളൂ. അതുകൊണ്ട് തന്നെ തർക്ക വിഷയങ്ങൾ സംസാരത്തിന് കൊണ്ടുവരുന്നില്ല. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ തർക്ക വിഷയങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. എപ്പോഴും അങ്ങനെയാണ് ദൈവശാസ്ത്രം വളരുന്നതും. ദൈവശാസ്ത്രം വളരുന്നത് അങ്ങനെയാണ്. കുർബാനയിൽ സ്ഥാപന വിവരണങ്ങൾക്ക് പ്രാധാന്യം ഒത്തിരി വേണ്ട എന്നൊക്കെ പറയുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അനുഭവപരമായ ദിവ്യകാരുണ്യ അർപ്പണത്തിന് കുർബാന സ്ഥാപന വിവരണങ്ങളുടെ ധ്യാനം ഏറെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കുർബാന സ്ഥാപന വിവരണത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ടാണ് ഈ പ്രാർത്ഥനയോടുകൂടെ സഭ നമ്മളെ ക്ഷണിക്കുക. യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നത് ഏത് സമയമാണ് എന്നുള്ളതിനെക്കുറിച്ച് ദൈവശാസ്ത്രത്തിൽ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. പാശ്ചാത്യ ദൈവശാസ്ത്ര ചിന്താരീതി അനുസരിച്ച് കുർബാന സ്ഥാപന വചനങ്ങളോടുകൂടെയാണ് അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറുന്നത്. പാശ്ചാത്യ ദൈവശാസ്ത്ര ചിന്താരീതി അനുസരിച്ച്. എന്നാൽ പൗരസ്ത്യ ദൈവശാസ്ത്ര ചിന്താരീതി അനുസരിച്ച് അപ്പവും മീഞ്ഞും കുർബാനയിൽ യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോടുകൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാർ അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായിട്ട് മാറുന്നതിന് കൃത്യസമയം ഏതാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർ ഇതൊരു ദൈവരഹസ്യമായിട്ടും മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒരു രഹസ്യമായിട്ടുമാണ് അവതരിപ്പിക്കുന്നത്. ഒരു കൃത്യ മൊമെൻറ്റിനെ കുറിച്ച്, ഒരു സമയത്തെക്കുറിച്ച് പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നില്ല. അത് ദൈവശാസ്ത്ര സമീപനങ്ങളിലെ വ്യത്യാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ദൈവശാസ്ത്ര സമീപനങ്ങളിലെ വ്യത്യാസമാണ്.
അതുകൊണ്ട് എപ്പോഴാണ് അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായിത്തീരുന്നത് എന്നുള്ളതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. മറിച്ച് കുർബാനയിൽ അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിൻ്റെ സമയം കണ്ടെത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കാരണം ഇത് ദൈവിക രഹസ്യമാണെങ്കിൽ എനിക്ക് അത് നിർവചിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാർ ഒരു കൃത്യസമയം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് കുർബാന സ്ഥാപന വിവരണത്തോടു കൂടെയാണ് എന്നവർ പറയുന്നു. അത് സ്വീകരിക്കാം ഒരു ദൈവശാസ്ത്ര സമീപനമായിട്ട്. പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നതും സ്വീകരിക്കാം. കാരണം ഇത് ദൈവിക രഹസ്യമാണ്. അതിനൊരു കൃത്യസമയം നിർണയിക്കുക എന്നുള്ളത് മനുഷ്യൻ ചെയ്യേണ്ടതല്ല. ഇത് രണ്ട് സമീപനങ്ങളെയും സഭ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് സമീപനങ്ങളെയും സഭ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ വ്യക്തമാകും. എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എപ്പോഴാണ് എൻ്റെ അമ്മയായി തീർന്നത് അല്ലെങ്കിൽ അപ്പനായി തീർന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് തത്വശാസ്ത്രപരമായി വ്യത്യസ്തമായ ഉത്തരങ്ങളുണ്ടാകും. തത്വശാസ്ത്രപരമായി വ്യത്യസ്തമായ ഉത്തരങ്ങളുണ്ടാവാം. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോഴാണോ, അതോ എന്നെ ഗർഭം ധരിച്ചപ്പോഴാണോ, അതോ അതിനു മുമ്പ് തന്നെ ദൈവം അനാദിയിലെ എൻ്റെ അമ്മയെ തിരഞ്ഞെടുത്തതാണോ, അതോ എന്നെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടാണോ അമ്മ അമ്മയായി തീർന്നത്? പ്രിയമുള്ളവരെ, തത്വശാസ്ത്രത്തിൽ ഇതൊരു തർക്ക വിഷയം തന്നെയാണ്. വ്യത്യസ്തമായ ഉത്തരങ്ങൾ പലരും പറഞ്ഞേക്കാം. പക്ഷേ എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. ഒന്നും തെറ്റല്ല. എൻ്റെ അമ്മ പ്രസവത്തോടുകൂടെ എൻ്റെ അമ്മയായി തീർന്നു പറയുന്നത് ശരിയാണ്. അതേസമയം എന്നെ ഗർഭം ധരിച്ചപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മയായി തീർന്നു എന്ന് പറയുന്നതും ശരിയാണ്. അതുകൊണ്ട് ദൈവശാസ്ത്ര സമീപനങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ വേണം നമ്മൾ സമീപിക്കാനായിട്ട്. പൗരസ്ത്യ ചിന്താരീതിയെയും പാശ്ചാത്യ ചിന്താരീതിയെയും ഒക്കെ കുറിച്ച് ഞാൻ ഇത്രമാത്രം പ്രതിപാദിക്കാനുള്ള കാരണം ഈ വിഷയം ദൈവശാസ്ത്രത്തിൽ പലതരത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു തർക്ക വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് ചാടിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഈ വ്യത്യസ്തങ്ങളായ ദൈവശാസ്ത്ര സമീപനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ ഈ കുർബാന സ്ഥാപന വിവരണങ്ങളിലേക്കാണ് ഈ പ്രാർത്ഥനയിലൂടെ, നമ്മൾ മുമ്പ് ചൊല്ലിയ പ്രാർത്ഥനയിലൂടെ കുർബാനയിൽ പ്രവേശിക്കുക. ബൈബിളിൽ 4 ഭാഗത്താണ് കുർബാന സ്ഥാപന വിവരണങ്ങൾ നമ്മൾ കാണുക. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19ഉം 20ഉം തിരുവചനങ്ങൾ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ഈ 4 ഭാഗങ്ങളിൽ കാണുന്ന കുർബാന സ്ഥാപന വിവരണത്തെയാണ് കുർബാനയിൽ നാം കാണുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തി ഈ സമയത്ത് നമ്മൾ സന്നിഹിതരാകേണ്ടതുണ്ട്. കർത്താവ് പീഡ സഹിച്ചതിൻ്റെ ഓർമ്മയാചരിക്കുന്ന നിമിഷമാണ്. എൻ്റെ മനസ്സിലേക്ക് കാൽവരിയും അനന്തര സംഭവങ്ങളും മുഴുവൻ വരുന്ന സമയമാണ്. ആ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചു നോക്കി. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ ഓർമ്മ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ കുർബാന സ്ഥാപന വിവരണം കുർബാനയിൽ വെച്ചിരിക്കുന്നത്. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. എന്താണ് പറയുന്നത്? താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുവിൻ്റെ പീഡാസഹനത്തെ, മരണത്തെ ഓർക്കാൻ, ഹൃദയത്തിൽ ധ്യാനിക്കാൻ സഭ കുർബാനയുടെ ഈ അവസരത്തിൽ നമ്മളെ ക്ഷണിക്കുകയാണ്.
പീഡാനുഭവത്തിൻ്റെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ കൊണ്ട് വിശ്വാസിയുടെ ഹൃദയവും മനസ്സും നിറയേണ്ട സമയമാണ്. അതാണ് ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, അല്ലാതെ തർക്ക വിഷയങ്ങളിലേക്ക് കടക്കുകയല്ല. അന്ത്യത്താഴ രംഗത്തെക്കൊണ്ട് എൻ്റെ ഹൃദയവും മനസ്സും നിറയേണ്ട നിമിഷമാണത്. എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്ന അനേകരെ നമുക്ക് പള്ളികളിൽ ഈ പ്രാർത്ഥനയുടെ അവസരത്തിൽ കാണാനായിട്ട് പറ്റും. എത്രയോ ഭക്തിപൂർവ്വമാണ് നമ്മളതിൽ പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മരണത്തെ കാണാനായിട്ട് നമുക്ക് സാധിച്ചാൽ, ആത്മീയമായിട്ട് അനുഭവിക്കാൻ സാധിച്ചാൽ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഭക്തിയോടുകൂടെ ആ സമയത്ത് നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം വീണ്ടും കാസയും എടുത്ത് തമ്പുരാൻ പറഞ്ഞ വാക്ക് വീണ്ടും പുരോഹിതൻ ആവർത്തിക്കും. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യണം. ഇത് പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. യേശുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി സുവിശേഷങ്ങളിൽ പറയുന്നു. യേശുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയിട്ടുള്ള, അതുകൊണ്ട് തൻ്റെ രക്തം ചിന്തിയതിനെ ഓർമ്മിക്കാനായിട്ട് തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുകയും. ഇവിടെ ഒരു വാക്കിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്, അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന. പലപ്പോഴും വിശ്വാസികൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത് അനേകർക്ക് വേണ്ടി എന്ന് പറയുന്നത്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയല്ലേ മരിച്ചത്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയല്ലേ മരിച്ചത്? പിന്നെ എന്താ അനേകർക്ക് വേണ്ടി എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വചനം പഠിക്കുമ്പോൾ അത് എഴുതപ്പെട്ട ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹീബ്രു ഭാഷയിൽ അനേകർ എന്നതുകൊണ്ട് കുറേ പേർ എന്ന അർത്ഥമല്ല ഉള്ളത്. കുറേ പേർ എന്നുള്ള അർത്ഥമല്ല ഉള്ളത്, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, അതാരെയും മാറ്റി നിർത്തുന്നതല്ല. അതുകൊണ്ട് കുർബാനയിൽ അനേകർക്കു വേണ്ടിയെന്ന് പറയുമ്പോൾ ഹെബ്രായ ഭാഷയിൽ അത് മനസ്സിലാക്കുന്ന രീതിയിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്തി ക്രിസ്തുവിൻ്റെ മരണം കുറച്ചു പേർക്ക് വേണ്ടി മാത്രമാണ് എന്ന ധ്വനി അതിനകത്തില്ല എന്നുള്ള വസ്തുത ദൈവശാസ്ത്ര ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് കുർബാനയുടെ സ്ഥാപന വിവരണ നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ മരണത്തെയും പീഡാസഹനത്തെയും കുറിച്ച് നിറയേണ്ട നിമിഷങ്ങളാണ്. പ്രാർത്ഥനയോടുകൂടെ ആ സമയമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പുരോഹിതൻ കുർബാനയിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും സെഹിയോൻ ഊട്ടുശാലയിലേക്കും കാൽവരിയിലേക്കും ഉയർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. യേശു സെഹിയോൻ ഊട്ടുശാലയിൽ ചെയ്ത കർമ്മവും കാൽവരിയിൽ അവൻ അനുഭവിച്ച വേദനയും മരണവും കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കേണ്ട നിമിഷങ്ങളാണവ. അപ്പോഴാണ് ഭക്തിയോടുകൂടെ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുക. ഇനിയുള്ള നമ്മുടെ കുർബാന അർപ്പണങ്ങളിൽ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ, ഈ കുർബാന സ്ഥാപന വിവരണങ്ങൾ ചെല്ലുമ്പോൾ ഭക്തിയോടുകൂടെ യേശുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ധ്യാനിച്ചുകൊണ്ട് നിൽക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ. ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വഴിയാണ് അത് നടക്കുന്നത് എന്ന് നീ വിശ്വസിക്കരുത്. അദൃശ്യമായി നീട്ടപ്പെട്ട ദൈവകരങ്ങളാണ് അത് ചെയ്യുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
വാ